ഹായ് ഫ്രണ്ട്സ്. നമ്മൾ തമ്മിലിൽ കണ്ടതുപോലെ തന്നെ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും സൗദി ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് കുറച്ച് നഴ്സിംഗ് വാക്കൻസീസ് വന്നിട്ടുണ്ട്. ഇന്നാണ് ആ വാക്കൻസീസ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഈ ജോബിന് നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളിത് അപ്ലൈ ചെയ്യുക. അതുകൂടാതെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ എത്തിക്കുക. അവരും എത്രയും പെട്ടെന്ന് തന്നെ ഇത് അപ്ലൈ ചെയ്യട്ടെ. അതുകൂടാതെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലും നിങ്ങളുടെ കോളേജ് ഗ്രൂപ്പൊക്കെ ഉണ്ടാവില്ലേ, അതിലൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിത് അപ്ലൈ ചെയ്യുക. ഇതുപോലുള്ള ജെന്യൂൻ ആയിട്ടുള്ള നഴ്സിംഗ് ജോബിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഇടുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെന്നെ മാക്സിമം എല്ലാ വീഡിയോസും കാണാൻ നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും ആ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യാൻ നോക്കുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുകയും നിങ്ങൾക്ക് അത് കറക്റ്റ് ടൈമിൽ അപ്ലൈ ചെയ്യാനും സാധിക്കുകയുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ അജിൻ, നിങ്ങളുടെ സ്വന്തം മാറൻ. വെൽക്കം ടു മൈ ചാനൽ. നമുക്ക് ജോബ് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ സൗദി ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ടാണ് ഈ വാക്കൻസീസ് വന്നിരിക്കുന്നത്. അതായത് മിനിസ്ട്രി ഓഫ് ഹെൽത്തിലോട്ടാണ് ഈ വാക്കൻസീസ് വന്നിരിക്കുന്നത്. ഈ ജോബിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും BSc നഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് BSc നഴ്സിംഗ് ആണ്. GNM നഴ്സസിൻ്റെ കാര്യമൊന്നും ഇതിനകത്ത് പറയുന്നില്ല. അത് കാരണം ഞാൻ വിചാരിക്കുന്നത് GNM നഴ്സസിന് ഇല്ല എന്നാണ്. GNM നഴ്സസിന് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഞാൻ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. ഈ ജോബിന് വേണ്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് അവർ പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് ICU ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സ്പീരിയൻസ് ആണ് അവർ പ്രിഫർ ചെയ്യുന്നത്. 2 ഇയർ എക്സ്പീരിയൻസ് ആണ് അവർ മസ്റ്റായിട്ട് പ്രിഫർ ചെയ്യുള്ളൂ. അതുകൂടാതെ തന്നെ മാൻഡേറ്ററി ആയിട്ട് വേണ്ട കുറച്ച് ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മുടെ പ്രൊഫഷണൽ ക്ലാസിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്. ഈ പ്രൊഫഷണൽ ക്ലാസിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓൾറെഡി ഇത് ഈ സൗദി പ്രോസസ്സിങ്ങിന് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാമായിരിക്കും. നമ്മൾ ഈ മുമാരിസ് പ്ലസിനകത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ മുമാരിസ് പ്ലസ് അക്കൗണ്ടിനകത്താണ് നമ്മൾ എക്സാം എഴുതിയ പ്രോമെട്രിക് എക്സാമിൻ്റെ റിസൾട്ടും എല്ലാം കാണുന്നതും. അപ്പോൾ ഇതിനകത്താണ് നമുക്ക് ഈ പ്രൊഫഷണൽ ക്ലാസിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് വരുന്നതും. അപ്പോൾ അതിനകത്തുനിന്ന് ഈ അക്കൗണ്ടിനകത്തുനിന്ന് നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ എക്സാം, അതായത് പ്രോമെട്രിക് എക്സാം പാസ്സായവർക്ക് മാത്രമായിരിക്കും ഈ പ്രൊഫഷണൽ ക്ലാസിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. അപ്പോൾ പ്രൊഫഷണൽ ക്ലാസിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് മസ്റ്റായിട്ടും മാൻഡേറ്ററി ആയിട്ട് വേണ്ട ഒരു കാര്യമാണ്. അതുകൂടാതെ തന്നെ HRD അറ്റസ്റ്റേഷൻ മാൻഡേറ്ററി ആയിട്ട് വേണമെന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ഫ്ലോ വെരിഫിക്കേഷനും മാൻഡേറ്ററി ആയിട്ട് ചെയ്തിരിക്കണമെന്ന് പറയുന്നുണ്ട്. ഈ 3 കാര്യങ്ങളും ഉള്ള ആൾക്കാരാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ. പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യമാണ്, ഈ ജോബ് ഫീമെയിൽസിനാണ് വന്നിട്ടുള്ളത്, മെയിൽസിനല്ല, ഫീമെയിൽസിനാണ്. അത് പ്രത്യേകം ഓർത്തിരിക്കുക. ഞാൻ ഈ പറഞ്ഞ നഴ്സസിൻ്റെ MOH ജോബിൻ്റെ ഇൻ്റർവ്യൂ വരുന്നതെന്ന് വെച്ചാൽ ഈ മാസം, അതായത് ഫെബ്രുവരി 23 മുതൽ 26 വരെയാണ്. കൊച്ചിയിൽ വെച്ചാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. ഈ ഇൻ്റർവ്യൂവിന് പോകുന്ന ആൾക്കാർ മസ്റ്റായിട്ട് പാസ്പോർട്ട് കയ്യിൽ കരുതേണ്ടത് അത്യാവശ്യമാണ്. അതുകൂടാതെ തന്നെ ഈ പാസ്പോർട്ടിനകത്ത് 6 മാസത്തെ വാലിഡിറ്റി മിനിമം ഉണ്ടായിരിക്കേണ്ടതുമാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ SAMR പോർട്ടലിനകത്ത് രജിസ്റ്റർ ചെയ്ത ആൾക്കാർ ഈ ജോബിന് അപ്ലൈ ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകിച്ച് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ ഈ ജോബിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾ ആണെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഞാൻ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് ഡീറ്റെയിൽസിനകത്ത് അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. അവർ നിങ്ങളുടെ ഡോക്യുമെൻ്റ് വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കോൾ ലെറ്റർ അവർ അയക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇത് അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് എത്തിച്ചു കൊടുക്കുക. പിന്നെ മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ ഇത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 15, 2025 അത് കാരണം നിങ്ങൾ പെട്ടെന്ന് ഇത് അപ്ലൈ ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് എത്തിക്കാൻ നോക്കുക. ഇതുപോലുള്ള ജെന്യൂൻ ആയിട്ടുള്ള വാക്കൻസീസ് ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്